ഹലോ എവരി വൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും നിർബന്ധമായിട്ടും അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യണം അല്ലേ, എക്സാമിന് മുമ്പ്. അപ്പോൾ നമ്മൾ അസൈൻമെൻറ്റുകൾ ഇപ്പോൾ ഓൺലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ഒരു സെക്ഷൻ മുതലേ അങ്ങനെ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ സെക്ഷനിൽ ചില സെൻറ്ററുകളിലൊക്കെ ഓഫ്ലൈനായിട്ടും അസൈൻമെൻറ്റുകൾ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മിക്ക സെൻറ്ററുകളും പറയുന്നത് നിർബന്ധമായിട്ടും എല്ലാ സ്റ്റുഡൻസും നമ്മൾ ഓൺലൈനായിട്ട് തന്നെ അസൈൻമെൻറ്റുകൾ വയ്ക്കണമെന്നാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചില സ്റ്റുഡൻസിനെങ്കിലും കറക്റ്റായിട്ട് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ചില സ്റ്റുഡൻസ് കമ്പ്യൂട്ടർ സെൻറ്ററിലും അല്ലെങ്കിൽ അക്ഷയയിലൊക്കെ പോയി ഒരുപാട് സമയം വെയിറ്റ് ചെയ്തൊക്കെയാണ് ഈ ഒരു ഓൺലൈനായിട്ട് അസൈൻമെൻറ്റുകൾ സമർപ്പിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ സ്വയം നിങ്ങൾക്ക് തന്നെ ഈ അസൈൻമെൻറ്റുകൾ കറക്റ്റായിട്ട് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് ഈ അസൈൻമെൻറ്റുകൾ കറക്റ്റായിട്ട് ഫോട്ടോ എടുത്ത് PDF ആക്കി 10 MB താഴെയാക്കി അപ്ലോഡ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. എല്ലാ സ്റ്റെപ്പും നമ്മളിതിൽ പറയുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു ഹാൻഡ് റിട്ടൺ അസൈൻമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇൻഫോടെക്ക് ഹാൻഡ് റിട്ടൺ അസൈൻമെൻറ്റ്, സോൾവഡ് അസൈൻമെൻറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വിവരം എല്ലാ സ്റ്റുഡൻസിനും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അസൈൻമെൻറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അസൈൻമെൻറ്റുകൾ നമ്മൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഏത് അസൈൻമെൻ്റ് ആണോ ആദ്യം സബ്മിറ്റ് ചെയ്യേണ്ടത് അതിങ്ങനെ എടുക്കുക കയ്യിൽ. അതിനുശേഷം സൈഡിൽ എവിടെ ടാഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇളക്കി മാറ്റുക കേട്ടോ. അതുപോലെ എന്തെങ്കിലുമൊക്കെ അറ്റാച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇളക്കി മാറ്റിയാലേ നമുക്ക് കറക്റ്റായിട്ട് ഇതിലെ കംപ്ലീറ്റ് ഈ ഒരു പേജസ് നന്നായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റുള്ളൂ. സൈഡിൽ ടാഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സൈഡിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു PDF അത് മിസ്സാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ക്ലിയർ ആയിട്ട് നന്നായിട്ട് നിവർത്തി പേപ്പർ വയ്ക്കുക. പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല വെട്ടമുള്ള ഒരു റൂമിലിരുന്ന് എടുക്കുക കേട്ടോ. ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്ത് നല്ല ക്ലാരിറ്റി ഉള്ള രീതിയിൽ എടുക്കുക. പിന്നെ ചില അസൈൻമെൻറ്റുകൾ നമ്മൾ അനലിറ്റിക്കലും ഡിസ്ക്രിപ്റ്റീവും സെപ്പറേറ്റ് ആയിട്ടാണ് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോ എടുത്ത് PDF ആക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഇത് PDF ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ടെക്നോളജി ആൻഡ് സൊസൈറ്റി എന്നുള്ള ഒരു സബ്ജക്റ്റിൻ്റെ Form 1, അതായത് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻ്റ് ആണ്. ഇപ്പോൾ ബിബ്ലിയോഗ്രാഫി വരെയുള്ള ഈ ഒരു സെറ്റ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെയാണ് ഫോട്ടോ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ നല്ല ഇതിൽ ലൈറ്റ്സ് ഒക്കെ ഉള്ള ഒരു റൂമിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. അപ്പോൾ ഓൺലൈൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ടീച്ചർ അല്ലെങ്കിൽ വാല്യുവേറ്റർ PDF ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ എഴുതിയിരിക്കുന്ന കണ്ടന്റ് അവർക്ക് വായിക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് വെട്ടമുള്ള ഒരു റൂമിൽ നിന്ന് നമ്മളിത് എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 4 കോർണറും ഈ ഒരു ഫോട്ടോയിൽ ഇൻക്ലൂഡ് ആവുന്ന രീതിയിലാണ് ഫോട്ടോ എടുക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും, കണ്ടോ, ഈ ഒരു പേജിൻ്റെ 4 സൈഡും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പേജ് എടുക്കുക, അത് കഴിഞ്ഞ് രണ്ടാമത്തെ പേജ് എടുക്കുക, അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ അടുത്ത പേജ് എടുക്കുകയാണ്, ഇങ്ങനെ ഇൻഡെക്സ് പേജ്. അത് കഴിഞ്ഞ് നമുക്ക് ഓരോ സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ളതിൽ ചില വേരിയേഷൻ ഉണ്ടാവുമല്ലോ. ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞ് നമുക്ക് മെയിൻ കണ്ടന്റ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഫോട്ടോ ഓരോ ഫോട്ടോ ആയിട്ട് എടുക്കുക കേട്ടോ, ക്ലിയർ ആയിട്ട്. അങ്ങനെ കംപ്ലീറ്റ് ആ ഒരു സെറ്റിൻ്റെ ഫോട്ടോ എടുത്തതിന് ശേഷം ഇനി നമ്മൾ PDF ആക്കാനാണ് പോകുന്നത്. എങ്ങനെയാണ് ഇനി PDF ആക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. കൂടുതൽ സ്റ്റുഡൻസ് PDF ആക്കി ഓൺലൈൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അവരവരുടെ ഫോൺ യൂസ് ചെയ്തായിരിക്കും അല്ലേ. അപ്പോൾ ഞാനും ഇവിടെ ഫോൺ യൂസ് ചെയ്ത് എങ്ങനെയാണ് ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. PDF ആക്കാനായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ അതിൽ നമ്മൾ ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്താലും അതിൻ്റെ ക്ലാരിറ്റി ഒക്കെ കറക്റ്റായിട്ട് കിട്ടണം. നമ്മൾ PDF ചെയ്ത് കഴിയുമ്പോൾ ബ്ലർ ഒന്നും ആവാൻ പാടില്ല. അപ്പോൾ നമ്മളിവിടെ ഇൻഫോടെക്കിൽ PDF ഒക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഡോഗ് സ്കാനർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഡോഗ് സ്കാനർ എന്ന് ഞാനിവിടെ സെർച്ച് ചെയ്യുകയാണ്. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞു. ഈ ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഈ ഒരു ലോഗോ വരുന്ന ആപ്ലിക്കേഷനാണ് കേട്ടോ. ആപ്ലിക്കേഷൻ മാറിപ്പോവരുത്. അപ്പോൾ ഞാനിത് ഓൾറെഡി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുവാണ് കേട്ടോ. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത് പ്രീമിയം ആക്കാനുള്ള അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. എങ്ങനെയാണ് ഇനി PDF ആക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ്റെ താഴെയായിട്ട് റൈറ്റ് സൈഡിൽ ബോട്ടമിൽ ഈ ഒരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇമ്പോർട്ട് ഫ്രം ഗാലറി, സ്കാൻ ഫ്രം ക്യാമറ, ഇമ്പോർട്ട് PDF അങ്ങനെയൊക്കെയുള്ള പല ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇമ്പോർട്ട് ഫ്രം ഗാലറി എന്നുള്ള ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. കാരണം ഓൾറെഡി നമ്മൾ ഇമേജ് എടുത്തിട്ടുണ്ടല്ലോ, ഗാലറിയിൽ ആ ഒരു ഫോട്ടോസ് ഉണ്ട്. ഗാലറിയിൽ നിന്നാണ് നമ്മളിത് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ഗാലറിയിലെ ആ ഒരു ഇമേജസ് ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ്, അത് ഇവിടെ കൊടുക്കുകയാണേ. ഇമ്പോർട്ട് ഫ്രം ഗാലറി ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ഈ ഫോൺ യൂസ് ചെയ്ത് എടുത്ത ഇമേജസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് സബ്ജക്റ്റിൻ്റെ ഏത് സെറ്റ് അസൈൻമെൻറ്റ് PDF ആണോ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഇമേജസ് മാത്രം ആ ഒരു ടൈമിൽ ഫോട്ടോ എടുക്കുക കേട്ടോ. എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടെ ഫോട്ടോസ് ആദ്യമേ ഒരിക്കലും ഇടരുത്. കാരണം PDF ആക്കുന്ന സമയത്ത് പേജസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ആവശ്യം കഴിയുമ്പോൾ ആ ഒരു ഇമേജസ് ഡിലീറ്റും ചെയ്ത് കളയുക. എന്നിട്ട് അടുത്ത സെറ്റിന്റെ ഇമേജ് എടുത്ത് മീൻസ് ഫോട്ടോ എടുത്ത് അത് കഴിഞ്ഞ് PDF ആക്കുക. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ടെക്നോളജി ആൻഡ് സൊസൈറ്റി എന്നുള്ള സബ്ജക്റ്റിന്റെ സെറ്റ് 1 ഡിസ്ക്രിപ്റ്റീവിന്റെ ഇമേജസ് ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിന്റെ മാത്രമേ ഫോട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1 2 3 4 ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുവാണേ. കറക്റ്റ് പേജ് വൈസ് ആണ് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ടുള്ളതെങ്കിൽ സെലക്ട് ചെയ്യുമ്പോഴും കറക്റ്റ് ആയിട്ട് ഇവിടെ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള പേജസ് സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് താഴെയുള്ള ഇമ്പോർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റ് എന്ന് കുറച്ച് ടൈം ഇങ്ങനെ എഴുതി കാണിക്കും. എത്ര ഫോട്ടോസ് ആണോ ഉള്ളത് അതിനനുസരിച്ച് ആ ലോഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ മേ ബി സൈഡിലുള്ള കുറച്ച് പോർഷനൊക്കെ ഫോട്ടോയിൽ കയറി വരാൻ സാധ്യതയുണ്ട്, നമ്മൾ എത്ര ശ്രദ്ധിച്ചെടുത്താലും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ അത് കറക്റ്റ് ഡിറ്റക്ട് ചെയ്തിട്ട് വേണ്ടാത്ത പോർഷൻ റിമൂവ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു ബ്ലൂ കളറിലുള്ള ഒരു ലൈൻ കാണും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഓരോ പേജസ് ഇങ്ങനെ എടുത്തിട്ട് വേണ്ട പോർഷൻ വേണ്ടാത്ത പോർഷനൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് ഈ ലൈൻ മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഈ ഫോട്ടോ എടുത്തതിൻ്റെ അവിടെയുള്ള ടേബിൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ആവശ്യമില്ല അല്ലേ PDF-ൽ. അപ്പോൾ നമുക്ക് വേണ്ട പോർഷൻ മാത്രം മതി. ഇതിവിടെ കുറച്ചുകൂടെ നമ്മൾ ഇങ്ങനെ നീട്ടി കൊടുക്കുന്നുണ്ട് ബോർഡർ വരാനായിട്ട്. കണ്ടോ, ഇനി നമ്മൾ എത്രയാണോ വേണ്ടത് അത്ര ഇങ്ങനെ കൊടുക്കുക. കറക്റ്റായിട്ട് ഫോട്ടോ എടുക്കണം കേട്ടോ. ഞാൻ ചെറുതായിട്ടൊരു ഡെമോ ആയതുകൊണ്ടാണ് അത്ര കറക്റ്റ് ആവാത്തത് ഈ ഫോട്ടോയിൽ. നമ്മൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കണം. അപ്പോൾ ഞാനിവിടെ 14 പേജസ് ആണ് ഒരു സെറ്റിൽ വരുന്നത്. അത്രയും സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇതിന്റെ ബോർഡർ ലൈനൊക്കെ ഓക്കെ ആക്കി കഴിഞ്ഞിട്ട് താഴെയുള്ള നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഓക്കെ ആയിട്ട് വരും. കണ്ടോ, നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, യൂണിവേഴ്സിറ്റി പറയുന്നത് സ്കാൻഡ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനാണ്. സ്കാൻഡ് ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പല ഫിൽറ്റർ ഉണ്ട്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ വരുന്നത് സ്കാൻഡ് ഡോക്യുമെന്റിന്റെ ആ ഒരു രീതി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്ന ഈ രീതി കൊടുക്കാം. അതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ വൈബ്രന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഫിൽറ്റർ ഇതിൽ തന്നെ കൊടുക്കാനുണ്ട്. താഴെയുള്ള കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈബ്രന്റ് ചൂസ് ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. അല്ല നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ, വൈബ്രന്റ് വേണ്ട, നിങ്ങൾ എടുത്ത ആ ഒരു ഫോട്ടോ അതുപോലെ വേണമെങ്കിൽ ഒറിജിനൽ കൊടുക്കാം. അപ്പൊ അത്ര ക്ലാരിറ്റി നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ വൈബ്രന്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുമ്പോൾ ഇതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യക്തതയോടെ വാലുവേറ്ററിന് വായിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ ഒറിജിനലും വൈബ്രന്റും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. ഞാനിവിടെ വൈബ്രന്റ് ചൂസ് ചെയ്യുകയാണ്. എന്നിട്ട് തൊട്ട് താഴെയുള്ള അപ്ലൈ ടു ആൾ പേജസ് എന്ന ഓപ്ഷൻ കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ എല്ലാ പേജസിലും ഈ ഒരു ഫിൽറ്റർ, സ്കാൻഡ് ഡോക്യുമെന്റിന്റെ ഫിൽറ്റർ അപ്ഡേറ്റ് ആവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് ആദ്യം മുതലേ എല്ലാ പേജസും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുക. കാരണം പേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ടല്ലോ PDF ചെയ്യുന്ന സമയത്ത്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനാണ്, കറക്റ്റ് ആയിട്ടാണോ എല്ലാം സെലക്ട് ആയിട്ടില്ലെന്ന് നോക്കാൻ പേജ് നമ്പർ വൈസ് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുന്നുണ്ട്. 7 പേജസ് ആയി, 8 ആയി, 9 ആയി, 10, 11, 12 എത്ര പേജസ് ആണോ ഉള്ളത് അത്രയും ചൂസ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇനി ഇത് സേവ് ചെയ്യാൻ പോവുകയാണ്. സേവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഡയറക്റ്റ് നിങ്ങൾ സേവ് ചെയ്യരുത്. ഇതിനൊരു ഫയൽ നെയിം കൊടുത്ത് വേണം സേവ് ചെയ്യാനായി. ഇതിന് ഏറ്റവും മുകളിലായിട്ട് ഡോക് സ്കാനർ ഇതിന്റെ ഡേറ്റ് ടൈം ഒക്കെ വെച്ചൊരു ഇങ്ങനെ ഒരു നെയിം കൊടുത്തിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നെയിം എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും കേട്ടോ. നെയിം എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ചെയ്ത PDF ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് കൊടുക്കുക, അനലിറ്റിക്കൽ ആണെങ്കിൽ അനലിറ്റിക്കൽ എന്ന് കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആണല്ലോ ചെയ്തത്, ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എന്ന് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് സബ്ജക്റ്റിന്റെ പേര് കൊടുക്കുക, ടെക്നോളജി ആൻഡ് സൊസൈറ്റി. ഒരുപാട് വലിയ നെയിമുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ പകുതി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ പേര് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ സ്റ്റുഡന്റിന്റെ നെയിം അനു എന്ന് കൊടുക്കുകയാണ് കേട്ടോ ഒരു ഡെമോയ്ക്ക്. അപ്പൊ നിങ്ങളുടെ പേരെന്താണോ അത് കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. ഇൻ കേസ് ഇത് അനലിറ്റിക്കൽ അസൈൻമെന്റ് ആണെങ്കിൽ എന്ത് കൊടുക്കണം, അനലിറ്റിക്കൽ എന്ന് കൊടുക്കുക, സബ്ജക്റ്റ് നെയിം കൊടുക്കുക, സ്റ്റുഡന്റിന്റെ നെയിം കൊടുക്കുക. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വാലുവേഷൻ ചെയ്യുന്ന ആൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതേത് ഫയലാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും. അതിലുമുപരി നിങ്ങൾ ഈ ഒരു PDF അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫയൽ തെറ്റാതെ നിങ്ങൾക്കും അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഫയൽ നെയിം കൊടുക്കണമെന്ന് പറയുന്നത് കേട്ടോ. അതിന് ഫയൽ നെയിം കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ പുതിയ ഫയൽ നെയിം ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. എല്ലാം ഓക്കെ ആണെങ്കിൽ തൊട്ട് താഴെ ഒരു ഗ്രീൻ കളറിലുള്ള ടിക്ക് മാർക്ക് കാണാൻ പറ്റും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ മെയിൻ സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു PDF കാണാൻ പറ്റും. സേവ് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഫോണിന്റെ ഫയൽ മാനേജർ അല്ലെങ്കിൽ ഫയൽ ആപ്ലിക്കേഷനിലേക്ക് ഈ ഒരു PDF സേവ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇൻ കേസ് ഈ PDF സേവ് ആയിട്ടില്ലെങ്കിൽ ഈ ചെയ്ത PDF ഒന്ന് സെലക്ട് ചെയ്യുക. തൊട്ട് മുകളിൽ ഒരു 3 ഡോട്ട്സ് കാണാൻ പറ്റും. അതിൽ ഷെയർ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഷെയർ ഓപ്ഷനിൽ നിന്ന് വാട്സപ്പിലേക്ക് എന്തെങ്കിലും നിങ്ങൾ അതൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഷെയർ ചെയ്ത ഡോക്യുമെന്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെ. എന്നിട്ട് തൊട്ട് മുകളിൽ തന്നെ ഒരു 3 ഡോട്ട്സ് ഉണ്ട്. ഇതിവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് മാർഗവും നിങ്ങൾക്ക് ഈ ഒരു ഫയൽ ഫോണിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് സേവ് ആയില്ലെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എടുത്ത് PDF എല്ലാം ചെയ്ത് കഴിഞ്ഞു അല്ലേ, ഫയൽ നെയിമും കൊടുത്തു. ഇനി നമ്മളിത് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യാനാണ് പോകുന്നത്. ഉള്ളിൽ പോയിട്ട് SGOയുടെ വെബ്സൈറ്റിലാണ് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ലോഗിനിലേക്കാണ് പോവേണ്ടത്. എന്നിട്ട് നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും കൊടുത്ത് ഈ ഒരു പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യുക.
പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ താഴെയായിട്ട് അസൈൻമെന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ആക്ഷൻ ആൻഡ് റിക്വസ്റ്റിന്റെ അണ്ടറിൽ. ഇത് അറിയാമായിരിക്കുമല്ലോ, നിങ്ങൾ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ എടുക്കാനായിട്ട് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടാവും ഈ ഒരു സെക്ഷനിൽ. എന്നിട്ട് നമ്മൾ അസൈൻമെന്റ് ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഏത് സെമ്മാണോ നിങ്ങൾ ഓൺലൈനായിട്ട് അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ആ ഒരു സെമസ്റ്റർ സെലക്ട് ചെയ്യുക. ഞാൻ കറന്റ് ഒരു 3rd സെമസ്റ്ററിന്റെ പഠിക്കുന്ന സ്റ്റുഡന്റിന്റെ അസൈൻമെന്റ് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആളിപ്പോൾ BA എക്കണോമിക്സ് ആണ് പഠിക്കുന്നത് 3rd സെമ്മിൽ. അപ്പോൾ ആ ഒരു സ്റ്റുഡന്റിന് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിലവിൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ December 22 എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ ഏത് സെം ആണോ അതിനനുസരിച്ച് ലാസ്റ്റ് ഡേറ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പ്രൊഫൈലിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് കാണാൻ പറ്റും കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഇത് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളൊരു PDF ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് ഏത് സബ്ജക്റ്റ് ആണെന്ന് നോക്കുക. അപ്പോൾ ഞാനിവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമാനിസം ആൻഡ് ലോജിക് എന്നുള്ള ഒരു സബ്ജക്റ്റിന്റെ PDF ആണ്. ഓക്കെ, അപ്പോൾ ഓരോ സബ്ജക്റ്റ് ഇവിടെ കാണാൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങനെ പതിയെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും താഴെ സൈഡിലായിട്ട് വ്യൂ അസൈൻമെന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റുഡന്റ് ഇതുവരെ അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ടാണ് പെൻഡിങ് എന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹ്യൂമാനിസം ആൻഡ് ലോജിക്കിന്റെ അസൈൻമെന്റ് 1 ആണ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്, അതായത് ഡിസ്ക്രിപ്റ്റീവ്. അപ്പോൾ വ്യൂ അസൈൻമെന്റ് 1 ക്ലിക്ക് ചെയ്യുക. ചെയ്യുമ്പോൾ ഇവിടെ സെലക്ട് മോഡ് ഓഫ് സബ്മിഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈൻ സബ്മിഷൻ അല്ലേ ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇൻ കേസ് നിങ്ങൾ ഓഫ്ലൈൻ സബ്മിഷൻ നിങ്ങളുടെ LSCയിൽ അലോഡ് ആണെങ്കിൽ മാത്രം ഓഫ്ലൈൻ സബ്മിഷൻ കൊടുക്കാവുന്നതാണെങ്കിൽ നേരിട്ട് അസൈൻമെന്റ് വെക്കേണ്ടി വരും കേട്ടോ. നമ്മളിവിടെ ഓൺലൈൻ കൊടുത്തു. അത് കഴിഞ്ഞ് ചൂസ് ഫയൽ എന്നുള്ള അവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ സെലക്ട് ആയി അവിടെ അപ്ലോഡ് ആവും ഇവിടെ യൂണിവേഴ്സിറ്റി പ്രൊഫൈലിൽ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിന് മുന്നേ ഈ ഫയലിന്റെ സൈഡിലായിട്ട് ഈ ഒരു 4 ഡോട്ട് കാണാൻ പറ്റും. അതെന്തിനാന്ന് വെച്ചാൽ പ്രിവ്യൂ ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ അതിനകത്തുള്ള കണ്ടന്റ് സെയിം ആണോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സെയിം തന്നെയാണോ എന്ന് നോക്കുക കേട്ടോ. ഞാനിവിടെ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡന്റിന്റെ കറക്റ്റ് സെയിം സബ്ജക്റ്റ് തന്നെയാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം ഓക്കെ ആയതുകൊണ്ട് തന്നെ ആ ഫയൽ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ കണ്ടോ, സെലക്ട് ആയിട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഇതുവരെ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫൈനൽ സബ്മിഷൻ കൊടുക്കുന്നതിന് മുന്നേ വ്യൂ ഫയൽ കൊടുക്കുക കേട്ടോ. കാരണം ഒന്നുകൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണ് സെയിം ഫയൽ തന്നെയാണോ സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന്. വ്യൂ ഫയൽ കൊടുത്ത സമയത്ത് നമ്മൾ അവിടെ സെലക്ട് ചെയ്തിട്ടുള്ള PDF ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ സെയിം ഞാൻ ഉദ്ദേശിച്ച PDF തന്നെയാണ് സെലക്ട് ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ അഗൈൻ പിറകിലേക്ക് പോവുകയാണ്. എല്ലാം ഓക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫൈനൽ സബ്മിഷൻ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ നോക്കുകയാണ്, ഡിസ്ക്രിപ്റ്റീവ് തന്നെയാണോ, സബ്ജക്റ്റ് സെയിം ആണോ, സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാം കറക്റ്റ് ആണോ, ഓൺലൈൻ സബ്മിഷൻ കൊടുത്തിട്ടുണ്ടോ എന്നെല്ലാം നോക്കിയിട്ടുണ്ട്. എല്ലാം ഓക്കെ ആണ്, അതുകൊണ്ട് തന്നെ ഫൈനൽ സബ്മിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്നുകൂടെ ചോദിക്കുക, ആർ യു ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ് അസൈൻമെന്റ്, എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ ആണോ, ഓക്കെ എന്ന് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അതവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇവിടെ എഴുതിയും കാണിക്കുന്നുണ്ട് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടോ. സബ്മിറ്റഡ് അസൈൻമെന്റ്, അതുപോലെ എന്നാണ് സബ്മിറ്റ് ചെയ്ത ഡേറ്റ്, വാല്യുവേഷൻ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല, അതിന്റെ ഒരു സ്റ്റാറ്റസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ തിരികെ ആ ഒരു സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, മീൻസ് ആ ഒരു അസൈൻമെന്റ് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, വ്യൂ അസൈൻമെന്റ് ഓപ്ഷൻ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അസൈൻമെന്റ് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ സബ്മിറ്റഡ് എന്ന് കാണിക്കും കണ്ടോ. അപ്പൊ ഞാൻ ഈ ഒരു സബ്ജക്റ്റിന്റെ ഡിസ്ക്രിപ്റ്റീവ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് സബ്മിറ്റഡ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ എല്ലാ സബ്ജക്റ്റും നമ്മൾ എല്ലാ അസൈൻമെന്റും സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് സബ്മിറ്റഡ് സ്റ്റാറ്റസ് വരും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ നിങ്ങൾ ഇതെല്ലാം കൺഫേം ചെയ്യണം ഇതിൽ പ്രൊഫൈലിൽ കയറിയിട്ടിട്ട് പെൻഡിങ് മാറി സബ്മിറ്റഡ് ആയിട്ടുണ്ടോ എന്നൊക്കെ. എല്ലാം ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ സബ്മിറ്റഡ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കയ്യിലൊരു ഫോൺ ഉണ്ട് എങ്കിൽ കറക്റ്റായിട്ട് ഫോട്ടോ എടുത്ത് PDF ആക്കി നമുക്ക് തന്നെ സ്വയം ഇത് അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ, ആരുടെയും സഹായമില്ലാതെ. സോ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.